പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി മാറ്റിക്കുറിച്ചുകൊണ്ട് തുർക്കി തങ്ങളുടെ സൈനിക സാന്നിധ്യം അതിശക്തമാക്കുകയാണ്. സിറിയൻ അതിർത്തിയിലെ തന്ത്രപ്രധാന മേഖലകളിൽ തുർക്കി സൈന്യം നടത്തുന്ന പുതിയ നീക്കങ്ങൾ കേവലം ഒരു അതിർത്തി സുരക്ഷാ നടപടിയല്ല, മറിച്ച് മിഡിൽ ഈസ്റ്റിലെ പുതിയ ശക്തി പ്രകടനത്തിന്റെ ഭാഗമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. റസീബ് തയ്യിബ് എർദോഗന്റെ നേതൃത്വത്തിലുള്ള തുർക്കി ഭരണകൂടം തങ്ങളുടെ വിദേശ നയത്തിലും സൈനിക തന്ത്രങ്ങളിലും വലിയ അഴിച്ചുപണികളാണ് നടത്തിവരുന്നത്. വടക്കൻ സിറിയയിലെ താൽ അബ്യാദ്, റാസ് അൽ ഐൻ എന്നീ മേഖലകളിലേക്കാണ് തുർക്കിയുടെ വൻ സൈനിക വ്യൂഹം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അത്യാധുനിക യുദ്ധോപകരണങ്ങളും കവചിത വാഹനങ്ങളും ഉൾപ്പെടെയുള്ള വലിയൊരു സന്നാഹമാണ് ഈ മുന്നണിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. മേഖലയിലെ കുർദിഷ് പോരാളികളുടെ സ്വാധീനം കുറയ്ക്കുന്നതിനൊപ്പം സിറിയയിലെ തങ്ങളുടെ നിയന്ത്രണം ഉറപ്പിക്കാനുമാണ് അങ്കാറ ലക്ഷ്യമിടുന്നത്. 2019 ഓപ്പറേഷൻ പീസ് സ്പ്രിംഗ് എന്ന സൈനിക നീക്കത്തിന് ശേഷം അതിർത്തിയിൽ സ്ഥാപിച്ച പഴയ പല ചെക്ക് പോസ്റ്റുകളും തുർക്കി സൈന്യം ഇപ്പോൾ പൊളിച്ചു നീക്കുകയാണ്. എന്നാൽ ഇത് സൈനിക പിന്മാറ്റമല്ല, മറിച്ച് കൂടുതൽ വലിയ താവളങ്ങളിലേക്ക് സൈനികരെ പുനർവിന്യസിക്കാനുള്ള തന്ത്രപരമായ നീക്കമാണ്. കാലഹരണപ്പെട്ട സുരക്ഷാ കേന്ദ്രങ്ങൾ മാറ്റിക്കൊണ്ട് കൂടുതൽ ആക്രമണോത്സുകമായ സൈനിക താവളങ്ങൾ നിർമ്മിക്കാനാണ് തുർക്കി ലക്ഷ്യമിടുന്നത്. ഈ സൈനിക നീക്കങ്ങൾ ലോകം ഉറ്റുനോക്കുന്നത് ഇസ്രയേലും തുർക്കിയും തമ്മിലുള്ള ബന്ധം ഏറ്റവും മോശമായിരിക്കുന്ന സാഹചര്യത്തിലാണ്. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സൈനിക കരുത്തുകളിലൊന്നായ തുർക്കി ഇസ്രയേലിന് ഒരു പ്രധാന ഭീഷണിയായി മാറിക്കഴിഞ്ഞു എന്ന് ഇസ്രയേൽ പ്രതിരോധ ഉദ്യോഗസ്ഥർ പരസ്യമായി തന്നെ സമ്മതിക്കുന്നുണ്ട്. ഗസയിലെയും ലബനിലെയും സംഘർഷങ്ങളിൽ ഇസ്രയേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച തുർക്കി ഇപ്പോൾ ഗ്രൗണ്ടിലും തങ്ങളുടെ കരുത്ത് തെളിയിക്കുകയാണ്. ഇതിനിടയിലാണ് ഇസ്താംബൂളിൽ നടന്ന സാഹ 2026 ഡിഫൻസ് എക്സിബിഷനിൽ തുർക്കി തങ്ങളുടെ ഏറ്റവും പുതിയ കരുത്ത് ലോകത്തിനു മുന്നിൽ വെളിപ്പെടുത്തിയത്. യീൽതി റഹ്മാൻ എന്ന് പേരിട്ടിരിക്കുന്ന അത്യാധുനിക ഹൈപ്പർസോണിക് ഇന്റർകോണ്ടിനെന്റൽ മിസൈൽ തുർക്കി പുറത്തിറക്കി. ലോകത്തിലെ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഈ മിസൈൽ സാങ്കേതികവിദ്യ തുർക്കിയുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഈ മിസൈലിന്റെ വരവോടെ മിഡിൽ ഈസ്റ്റിലെ സൈനിക തുലനാവസ്ഥയിൽ വലിയ മാറ്റമാണ് വന്നിരിക്കുന്നത്. ശബ്ദത്തേക്കാൾ എത്രയോ മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന ഈ മിസൈലുകൾ ഏത് വ്യോമ പ്രതിരോധ സംവിധാനത്തെയും വെല്ലുവിളിക്കാൻ ശേഷിയുള്ളവയാണ്. ഇത് ഇസ്രയേലിന്റെ പ്രതിരോധ തന്ത്രങ്ങളെ പോലും പുനർചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നു. തങ്ങൾക്കെതിരെയുള്ള ഏത് ഭീഷണിയും നേരിടാൻ തയ്യാറാണെന്ന സന്ദേശമാണ് ഇതിലൂടെ എർദോഗൻ നൽകുന്നത്. സിറിയയിലെ തുർക്കിയുടെ പുതിയ വിന്യാസം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തലവേദനയാണ്. തങ്ങളുടെ ശത്രു രാജ്യങ്ങളുമായി ചേർന്ന് തുർക്കി ഒരു സംയുക്ത മുന്നണി രൂപീകരിക്കുമോ എന്ന ഭയം ഇസ്രയേലിനുണ്ട്. തുർക്കിയെ ഒരു സാധാരണ അയൽരാജ്യം എന്നതിലുപരി ഒരു റീജിയണൽ റൈവലറി ആയിട്ടാണ് ഇസ്രയേൽ ഇപ്പോൾ ഔദ്യോഗികമായി കണക്കാക്കുന്നത്. ഇത് വരും കാലങ്ങളിൽ പശ്ചിമേഷ്യയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. അങ്കാറയുടെ സൈനിക പദ്ധതികൾ കേവലം സിറിയയിലോ ഇറാഖിലോ ഒതുങ്ങുന്നതല്ല. ലിബിയ മുതൽ അസർബൈജാൻ വരെ നീളുന്ന ഒരു വലിയ സ്വാധീന വലയമാണ് തുർക്കി ലക്ഷ്യമിടുന്നത്. തങ്ങളുടെ തദ്ദേശീയമായ ഡ്രോൺ സാങ്കേതിക വിദ്യയും മിസൈൽ ശേഷിയും ഉപയോഗിച്ച് പഴയ ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ സ്വാധീനം തിരിച്ചുപിടിക്കാനാണ് എർദോഗൻ ശ്രമിക്കുന്നതെന്ന് വിമർശകർ പോലും സമ്മതിക്കുന്നുണ്ട്. സിറിയൻ അതിർത്തിയിൽ വിന്യസിച്ചിരിക്കുന്ന ടാങ്കുകളും ആർട്ടിലറി യൂണിറ്റുകളും വലിയൊരു പോരാട്ടത്തിന് സജ്ജമാണെന്ന സൂചനയാണ് നൽകുന്നത്. റഷ്യയുമായും ഇറാനുമായും ചർച്ചകൾ നടത്തുമ്പോഴും തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ സൈനികമായി നീങ്ങാൻ മടിക്കില്ലെന്ന് തുർക്കി തെളിയിക്കുകയാണ്. സിറിയയിലെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ച് തുർക്കിയുടെ നിലപാട് നിർണായകമാണ്. ഇസ്താംബൂളിലെ പ്രതിരോധ പ്രദർശനത്തിൽ പങ്കെടുത്ത അന്താരാഷ്ട്ര പ്രതിനിധികൾ തുർക്കിയുടെ സാങ്കേതിക വളർച്ച കണ്ട് അമ്പരന്നിരിക്കുകയാണ്. നാറ്റോയിലെ ഒരു പ്രധാന അംഗരാജ്യമായിരുന്നിട്ടും പാശ്ചാത്യ രാജ്യങ്ങളെ ആശ്രയിക്കാതെ സ്വന്തം നിലയിൽ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള തുർക്കിയുടെ നീക്കം ശ്രദ്ധേയമാണ്. ഹൈപ്പർസോണിക് മിസൈലുകൾ സ്വന്തമാക്കുന്നതിലൂടെ തുർക്കി ഒരു ആഗോള സൈനിക ശക്തിയായി മാറുകയാണ്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിൽ തുർക്കിയുടെ ഈ കരുത്ത് പ്രകടനം അമേരിക്കയെയും സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഒരു വശത്ത് നാറ്റോ സഖ്യകക്ഷിയായ തുർക്കിയെ പിണക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല, മറുവശത്ത് ഇസ്രയേലിന്റെ സുരക്ഷ ഉറപ്പാക്കുകയും വേണം. ഈ നയതന്ത്ര പ്രതിസന്ധി പശ്ചിമേഷ്യയിലെ ചർച്ചകളെ സങ്കീർണമാക്കുന്നു. അതിർത്തിയിലെ രാത്രികൾ വെടിയുച്ചകളാലും ഡ്രോണുകളുടെ മുരൾച്ചയാലും ശബ്ദമാനമാണ്.
ഓരോ ദിവസവും പുതിയ സൈനിക വിന്യാസങ്ങളുടെ വാർത്തകളാണ് പുറത്തു വരുന്നത്. ഒരു വൻകിട സൈനിക ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ, അതോ ഇതെല്ലാം കേവലം ഒരു സമ്മർദ്ദ തന്ത്രമാണോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. എന്തായാലും പശ്ചിമേഷ്യയിലെ ചതുരംഗ കളത്തിൽ തുർക്കി തങ്ങളുടെ കരുത്തുറ്റ കരുക്കൾ നീക്കി തുടങ്ങിയിരിക്കുന്നു. ഹൈപ്പർസോണിക് മിസൈലുകളും വൻ സൈനിക വിന്യാസവുമായി തുർക്കി നിലയുറപ്പിക്കുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് അടുത്ത സ്ഫോടനം എവിടെയായിരിക്കും എന്നാണ്. സമാധാന ചർച്ചകളേക്കാൾ ഉപരി സൈനിക ശക്തി കൊണ്ട് വിധി തീരുമാനിക്കുന്ന ഒരു കാലത്തിലേക്കാണ് മേഖല നീങ്ങുന്നത്. തുർക്കിയുടെ പടിഞ്ഞാറൻ അതിർത്തി മുതൽ സിറിയൻ മണ്ണ് വരെ നീളുന്ന സൈനിക പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. പുതിയ താവളങ്ങളിൽ അത്യാധുനിക റഡാറുകളും ആശയവിനിമയ സംവിധാനങ്ങളും സ്ഥാപിച്ചു കഴിഞ്ഞു. ഇത് ശത്രുക്കളുടെ ഓരോ ചലനവും നിരീക്ഷിക്കാൻ തുർക്കി സൈന്യത്തെ സഹായിക്കുന്നു. അതിർത്തി സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്നാണ് അങ്കാറയുടെ നിലപാട്. ഇസ്രയേൽ മാധ്യമങ്ങൾ തുർക്കിയുടെ പുതിയ മിസൈൽ വിക്ഷേപണത്തെയും സൈനിക വിന്യാസത്തെയും അതീവ ഗൗരവത്തോടെയാണ് ചർച്ച ചെയ്യുന്നത്. തങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ഒരു നീക്കമായിട്ടാണ് പലരും ഇതിനെ വിലയിരുത്തുന്നത്. ടെല്ലവീവിലെ സുരക്ഷാ യോഗങ്ങളിൽ തുർക്കി ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇപ്പോൾ വെറും കടലാസിലൊതുങ്ങുകയാണ്. സിറിയയിൽ തങ്ങൾ സ്ഥാപിച്ച സെക്യൂരിറ്റി കോറിഡോർ കൂടുതൽ വിപുലീകരിക്കാനാണ് തുർക്കി ഇപ്പോൾ ശ്രമിക്കുന്നത്. അതിർത്തിയിൽ നിന്നും 30 കിലോമീറ്റർ ഉള്ളിലേക്ക് വരെ തങ്ങളുടെ നിയന്ത്രണം കൊണ്ടുവരാൻ സൈന്യം പരിശ്രമിക്കുന്നു. ഇതിനായി കൂടുതൽ ഗ്രാമങ്ങളിൽ നിന്ന് സായുധ സംഘങ്ങളെ നീക്കം ചെയ്യാനുള്ള പദ്ധതികളും പുരോഗമിക്കുന്നു. തുർക്കിയുടെ ഈ സൈനിക മുന്നേറ്റം മേഖലയിലെ മറ്റു രാജ്യങ്ങളെയും ജാഗരൂകരാക്കുന്നുണ്ട്. സൗദി അറേബ്യയും ഈജിപ്തും തുർക്കിയുടെ നീക്കങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. അറബ് ലോകത്തെ നേതൃസ്ഥാനം ലക്ഷ്യമിട്ടുള്ള എർദോഗന്റെ നീക്കങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് വലിയ പിന്തുണയും ചിലയിടങ്ങളിൽ എതിർപ്പും ഉണ്ടാക്കുന്നുണ്ട്. ഈൽദ് റഹ്മാൻ മിസൈലിന്റെ കൃത്യതയും വേഗതയും പരീക്ഷണ ഘട്ടങ്ങളിൽ തന്നെ തെളിയിക്കപ്പെട്ടതാണ്. ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങളെ പോലും നിമിഷങ്ങൾക്കുള്ളിൽ തകർക്കാൻ ഇതിന് കഴിയും. ഇത് തുർക്കിയുടെ ആയുധ വിപണിയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. പല ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളും തുർക്കിയുടെ ആയുധങ്ങൾ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സിറിയയിലെ കുർദിഷ് പോരാളികളായ YPGക്കെതിരെയുള്ള പോരാട്ടം തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ദേശീയ സുരക്ഷയുടെ ഭാഗമാണ്. എന്നാൽ അവരെ സഹായിക്കുന്ന അമേരിക്കൻ നിലപാട് തുർക്കിയെ പ്രകോപിപ്പിക്കുന്നുണ്ട്. ഈ തർക്കം നിലനിൽക്കെ തന്നെയാണ് അതിർത്തിയിൽ പുതിയ സൈനിക വിന്യാസം നടത്തിക്കൊണ്ട് തുർക്കി അമേരിക്കയ്ക്ക് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നത്. പശ്ചിമേഷ്യയുടെ ഭൂപടം മാറിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് അമേരിക്കയും റഷ്യയും മാത്രം തീരുമാനിച്ചിരുന്ന കാര്യങ്ങളിൽ ഇന്ന് തുർക്കിയെ പോലെയുള്ള രാജ്യങ്ങൾ നിർണായക ശക്തിയായി മാറിയിരിക്കുന്നു. എർദോഗന്റെ കീഴിൽ തുർക്കി സ്വീകരിക്കുന്ന ഈ ആക്രമണോത്സുകമായ നിലപാട് മേഖലയിൽ ഒരു പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്.